സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മസാല ദോശയാണ്. മസാല ദോശയും അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചട്നിയുമാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അരക്കപ്പ് തേങ്ങയാണ് ചട്നിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചു കൊണ്ടുവരാം. ഫൈനായിട്ട് അരയ്ക്കാതെ കുറച്ച് തരികളോട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. മൂത്തതിന് ശേഷം ഇത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശയ്ക്കും മസാല ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്നിയാണ് ഇത്. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാം. ഇതിനായിട്ട് 3 പൊട്ടറ്റോ കുക്കറിൽ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചോ വലിയ കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. പൊട്ടറ്റോ ഉടച്ചതേ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി ജീരകവും കടലപ്പരിപ്പും മൂത്ത് കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ടി കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് കളർ മാറി വരും. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചതോ പേസ്റ്റോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് 4ആയിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞതാണ്. എരിവിനാവശ്യമായ 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. സവാള ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഒന്ന് വഴന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കിഴങ്ങിനും മസാലയ്ക്കും എല്ലാം കൂടിയുള്ള ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരുന്നതിന് വേണ്ടി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നോക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മസാല ദോശയ്ക്കുള്ള ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ദോശപ്പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ചൂടൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അതൊന്ന് പറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇഡ്ഡലി മാവോ ദോശ മാവോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത മാവ് വലുപ്പത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കാം. ദോശയുടെ മുകൾ ഭാഗം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ദോശ ഇതുപോലെ മൊരിഞ്ഞു വരാൻ തുടങ്ങും. ഇങ്ങനെ മൊരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ദോശയിലേക്ക് വെച്ച് കൊടുക്കാം. മസാലയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ദോശ 2ആയി മടക്കിയെടുക്കാം. 2 വശവും ഒന്ന് മുരിയിച്ചെടുക്കാം.
ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും എല്ലാം പറ്റുന്ന നല്ലൊരു മസാല ദോശയുടെയും ചട്നിയുടെയും റെസിപ്പിയാണ് ഇത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.